ബി.ജെ.പിയുടെ നിയമസംഹിത ഇന്നും മനുസ്മൃതിയാണ്, ഭരണഘടനയല്ല. ഭരണഘടനയെ മനുസ്മൃതിയോട് താരതമ്യം ചെയ്ത് രാഹുൽ ഗാന്ധി. മനുസ്മൃതി ഒരു പുരാതന ഹിന്ദു നിയമസംഹിതയും ഹിന്ദു പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുമായി മനുസ്മൃതിയെ താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത്? ഇത്തരത്തിൽ വിഷലിപ്തമായ ആശയങ്ങൾ രാഹുലിന്റെ ഒറ്റബുദ്ധിയിൽ നിന്നും വരുന്നതല്ല, അത് നമുക്കറിയാം. മറിച്ച് ചില വിദേശ ദേശദ്രോഹികളുടെ തലയിൽ ഉദിക്കുന്ന കുരുട്ടുബുദ്ധിയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ വാദങ്ങളുമായി രാഹുൽ എത്തുന്നത്. രാഹുലിനെ ഇന്ത്യക്കെതിരെ തിരിക്കുന്നത് ജോർജ് സോറോസ് എന്ന ദേശദ്രോഹിയാണ്. ഇന്നും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ രാഹുലിനെ കരുവാക്കുന്നതും ജോർജ് സോറോസ് തന്നെയാണ്. അതുവഴി രാഹുൽ ഇന്ത്യയെ അവഹേളിക്കാൻ ശ്രമം നടത്തുന്നതും സോറോസിന്റെ പ്രേരണയിലാണ്. ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്നതും ഭരണഘടനയെ മനുസ്മൃതിയോട് താരതമ്യം ചെയ്യുന്നതും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതായത് ഒരു മതവർഗീയത സൃഷ്ടിച്ച് ഇന്ത്യയിൽ ഒട്ടാകെ ഒരു കലാപം ഉണ്ടാക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ രാഹുലിനെ കൊണ്ട് ജോർജ് സോറോസ് പ്രവർത്തിപ്പിക്കുന്നത്. അതിന്റെ പിന്നിലെ കറുത്ത കരങ്ങൾ ജോർജ് സോറോസ് തന്നെയാണ്. ജോർജ് സോറോസ് ഇന്ത്യയുടെ സോറിയാസിസ് ആണെന്ന് തന്നെ ഇവിടെ പറയേണ്ടി വരും. ഇന്ത്യയെ സംബന്ധിക്കുന്നിടത്തോളം ജോർജ് സോറോസ് ഒരു ഇത്തിൽ കണ്ണിയാണ്. രാഹുലിന്റെ ഒപ്പം പിടിച്ചു പറ്റിയിരുന്ന് ഇന്ത്യക്കെതിരെ ഒളിയമ്പുകൾ എറിയുകയാണ് അദ്ദേഹം. ബി.ജെ.പി പോലും സോറോസിനെ സോറിയാസിസിന് തുല്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. രാഹുലിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രധാനമന്ത്രി കുപ്പായം ലഭിക്കുമെന്ന് കണ്ടിട്ടാണ് രാഹുൽ ജോർജ് സോറോസിനൊപ്പം ഇങ്ങനെ നിന്ന് തുള്ളുന്നത്. എന്നാൽ നാലണയ്ക്ക് വിവരമില്ലാത്ത പ്രതിപക്ഷ നേതാവിന് അറിയില്ല താൻ ഒരു ചാവേറായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നും. രാഹുൽ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞ വാചകങ്ങൾ വിഷം നിറഞ്ഞതായിരുന്നു. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സവർക്കറിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും മോശമായ കാര്യം അതിൽ ഭാരതീയമായി ഒന്നുമില്ല എന്നാണ് സവർക്കർ പറഞ്ഞത്. ഹിന്ദു രാഷ്ട്രത്തിന് വേദങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ആരാധ്യമായ ഗ്രന്ഥമാണ് മനുസ്മൃതി എന്നും നൂറ്റാണ്ടുകളായി നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മീയവും ദൈവികവുമായ യാത്രയെ മനുസ്മൃതി ക്രോഡീകരിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞ വ്യക്തിയാണ് സവർക്കർ. ഭരണഘടന സംരക്ഷിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ പോരാണ് ഇന്നിവിടെ നടക്കുന്നത്. ഭരണഘടനയിൽ മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറിന്റെയും നെഹ്റുവിന്റെയും ആശയങ്ങളുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ നവീനവും മഹനീയവുമായ രേഖയാണ് ഭരണഘടന എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം. അങ്ങനെയാണ് അദ്ദേഹം പ്രസംഗിച്ചു വെച്ചതും. അതെല്ലാം മാറ്റി നിർത്തിയാൽ ജോർജ് സോറോസിന് ഇന്ത്യയിൽ എങ്ങനെ ഇത്രയധികം ബന്ധം ശക്തമാക്കാൻ സാധിച്ചു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതിലെ പ്രധാന കണ്ണികളെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും അമ്മ സോണിയാഗാന്ധിയും തന്നെയാണ്. ആ ക്രെഡിറ്റ് അവർക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാകിസ്ഥാനും വിഘടനവാദികൾക്കും അനുകൂലമായിരുന്ന ആർട്ടിക്കിൾ 370 സർക്കാർ റദ്ദാക്കിയതിനെ കോൺഗ്രസ് എതിർത്തത്. മോദി സർക്കാരിനെ ചവിട്ടി പുറത്താക്കാൻ സോറോസ് നീക്കം വെച്ചിട്ടുള്ള $1 ബില്യൺ രാജ്യദ്രോഹികളായ ഈ അമ്മയെയും മകനെയും കണ്ടിട്ട് തന്നെയാണ് ചില കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാകുന്നതും. സോറോസും രാഹുലുമായുള്ള ബന്ധം ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. സോറോസിന്റെ സംഘടനാ നേതാവ് രാഹുലിന്റെ സഹയാത്രികനായി കൂട്ടുവന്നത്. തങ്ങൾക്കെതിരായ ഗുരുതരവും രാജ്യദ്രോഹപരവുമായ ആരോപണങ്ങളോട് പാർലമെന്റിനകത്തേക്കോ പുറത്തേക്കോ പ്രതികരിക്കാൻ സോണിയയോ രാഹുലോ തയ്യാറായില്ല എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പ്രതികരിച്ചാൽ കൂടുതൽ കുടുങ്ങും എന്നതുകൊണ്ടാകാം. ഇതിനു പകരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ വേഷം കെട്ടിച്ച് കോമാളിയാക്കുകയാണ് രാഹുൽ ചെയ്തത്. രാജ്യസഭയിൽ തന്റെ പേര് പറയാതെ പറഞ്ഞതിന് ഖാർഗെ ഒരു പാഠം പഠിപ്പിച്ചെന്നുമാകാം. നെഹ്റു കുടുംബത്തിൽപ്പെട്ടവർ രാജ്യദ്രോഹം പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപത്തെ പിന്തുണയ്ക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ തന്നെ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാവുകയാണ്. രാജ്യസഭയിൽ ബി.ജെ.പി എം.പി സമ്പത് പത്ര ലോക കോടീശ്വരനും കടുത്ത ഭാരത വിരുദ്ധനുമായ ജോർജ് സോറോസുമായി രാഹുലിനുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ കടുത്ത ആക്രമണമാണ് അദ്ദേഹം നടത്തിയത്. ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് എന്ന അന്വേഷണാത്മക മാധ്യമ സ്ഥാപനം ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ അതേപടി ഏറ്റെടുത്ത് രാഹുൽ പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിച്ചു പോരുകയായിരുന്നു. ഇക്കാര്യം മുൻനിർത്തി രാജ്യത്തെ വൻ ഒറ്റുകാരൻ എന്നാണ് സമ്പത് പത്ര രാഹുലിനെ വിശേഷിപ്പിച്ചത്. മെഡിക്കൽ കേഡറായ പത്ര ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് കോൺഗ്രസിനെതിരെ രാജ്യസഭയിൽ നടത്തിയത്. ലോക്സഭയിൽ ഇതേ പ്രശ്നം ഉന്നയിച്ച് ബി.ജെ.പി എം.പി നിഷികാന്ത് ദുബെയും രാഹുലിനെ തുറന്നു കാട്ടിയിരുന്നു.
OCCRPയുമായും സോറോസുമായുള്ള ബന്ധത്തെക്കുറിച്ച് താൻ 10 ചോദ്യങ്ങൾ ഉന്നയിക്കാമെന്നും രാഹുൽ അതിന് മറുപടി നൽകണമെന്നും ദൂബെ പറഞ്ഞതോടെ കോൺഗ്രസിന്റെ നില പരിങ്ങലിലാവുകയായിരുന്നു. റിപ്പബ്ലിക് ചാനലാണ് ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. സോണിയ ഭക്തരായ മലയാളം ചാനലുകൾ പതിവ് പോലെ തന്നെ മൗനം പാലിച്ചു. പ്രതിപക്ഷത്തെ നേതാക്കളുമായി ചേർന്ന് രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുവാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തുവാനുമാണ് ഡീപ് സ്റ്റേറ്റിന്റെ പ്രധാന കണ്ണിയായ ജോർജ് സോറോസ് ശ്രമിക്കുന്നതെന്ന ദൂബെയുടെ വിമർശനത്തിന് മറുപടി പറയാൻ കോൺഗ്രസിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായതുമില്ല. ഈ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാനാണ് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീഷ് ധൻഖറെ മാറ്റാൻ പ്രമേയം കൊണ്ടുവന്നതെന്നും മറ്റു പാർട്ടികൾ പിന്തുണയ്ക്കുന്നുവെന്നും കോൺഗ്രസ് വീരവാദം മുഴക്കിയത്. അടുത്ത ഊഴം BJPയുടെ രാജ്യസഭാ MPയും പാർട്ടി വക്താവുമായ സുധാംശു ചതുർവേദിയുടേതായിരുന്നു. രാജ്യവിരുദ്ധ ശക്തികളുമായി സോണിയയ്ക്കുള്ള ബന്ധമാണ് ചതുർവേദി വെളിപ്പെടുത്തിയത്. ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഏഷ്യ പസഫിക് എന്ന സംഘടനയുമായി സോണിയയ്ക്ക് ബന്ധമുണ്ട്. സോണിയ ഉപാധ്യക്ഷ പദവി വഹിക്കുന്ന ഈ സംഘടന ജമ്മു കാശ്മീർ പ്രത്യേക രാഷ്ട്രമാണ് എന്ന് വാദിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഘടനയുടെ പദവി വഹിച്ചു എന്ന് വ്യക്തമാക്കാൻ സോറോസിനോട് ത്രിവേദി ആവശ്യപ്പെട്ടെങ്കിലും ഒരു കോൺഗ്രസ് നേതാവും പ്രതികരിച്ചില്ല. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ അധ്യക്ഷ എന്ന നിലയിലാണത്രേ സോണിയ സോറോസിന്റെ സംഘടനയുടെ ഭാരവാഹിത്വം ഏറ്റെടുത്തത്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും സോറോസിൽ നിന്നും പണം വാങ്ങിയതായി ആരോപണം ഉയർന്നു വന്നിരുന്നു. കാശ്മീരിന്റെ കാര്യത്തിൽ പാകിസ്ഥാനും വിഘടനവാദികൾക്കും അനുകൂലമായിരുന്ന ആർട്ടിക്കിൾ 370 മോദി സർക്കാർ റദ്ദാക്കിയതിനെ കോൺഗ്രസ് എന്തുകൊണ്ട് എതിർക്കുന്നു എന്നതിന്റെ ഉത്തരം സോണിയ സോറോസ് ബന്ധത്തിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. മോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ $1 ബില്യൺ നീക്കിവെച്ചിട്ടുണ്ട് എന്ന് പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ള സോറോസുമായി കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കാൻ കോൺഗ്രസ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളം വയ്ക്കുകയായിരുന്നു. രാഹുലിനെ രക്ഷിക്കാൻ രാജ്യസഭയിൽ ശ്രമിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ സെൽഫ് ട്രോൾ ആക്കുകയും ചെയ്തു. കോൺഗ്രസും ജോർജ് സോറോസും തമ്മിലെ ബന്ധം JDU MP സഞ്ജയ് കുമാർ ഉന്നയിച്ചതിനെ ഖാർഗെ എതിർക്കുകയും ചെയ്തു. സഭയിൽ ഇല്ലാത്ത ഒരു കോൺഗ്രസ് നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ പാടില്ല എന്നായിരുന്നു ഖാർഗെ പറഞ്ഞപ്പോൾ ആരാണ് ആ കോൺഗ്രസ് നേതാവെന്ന് അധ്യക്ഷൻ ജഗദീപ് ധൻഖർ ആവർത്തിച്ച് ചോദിച്ചതോടെ ഖാർഗെക്ക് ഉത്തരം മുട്ടുകയായിരുന്നു. സഭയുടെ നടപടിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഖാർഗെ. ഒരു കോൺഗ്രസ് നേതാവിന്റെയും പേര് സഞ്ജയ് കുമാർ പരാമർശിച്ചിരുന്നില്ല. നെഹ്റു കുടുംബത്തിന് വിടുപണി ചെയ്യുന്നതിനാണ് ഖാർഗെയെ സോണിയ പാർട്ടി അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമാക്കിയിരിക്കുന്നതെന്ന് സോറോസ് തന്റെ പഴയ സുഹൃത്താണ് എന്ന് കോൺഗ്രസ് MP ശശി തരൂർ നടത്തിയ പ്രതികരണത്തിനും ഇരുതല മൂർച്ചയുടെ ആ ഒരു ആക്കമുണ്ട്. തങ്ങൾക്കെതിരായ ഗുരുതരവും രാജ്യദ്രോഹപരവുമായ ആരോപണങ്ങളോട് പാർലമെന്റിനകത്തേക്കോ പുറത്തേക്കോ പ്രതികരിക്കാൻ സോണിയോ രാഹുലോ തയ്യാറായില്ല എന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമായ കാര്യം. കാരണം പ്രതികരിച്ചാൽ കൂടുതൽ കുടുങ്ങും എന്നതുകൊണ്ടാകാം. ഇതിനു പകരം കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ വേഷം കെട്ടിച്ച് കോമാളിയാക്കുകയാണ് രാഹുൽ ചെയ്തത്. രാജ്യസഭയിൽ തന്റെ പേര് പറയാതെ പറഞ്ഞതിന് ഖാർഗെ ഒരു പാഠം പഠിപ്പിച്ചതുമാകാം. ഭരണവിരുദ്ധ ശക്തികളുമായുള്ള കോൺഗ്രസിന്റെ ബന്ധം വ്യക്തമായതോടെ OCCRPയെ കുറിച്ചുള്ള തങ്ങൾ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ ആരുടെയും പേരുകൾ പറഞ്ഞിട്ടില്ല എന്ന വാദവുമായി ഫ്രഞ്ച് മാധ്യമമായ മീഡിയ പാർട്ട് രംഗത്തു വന്നതിൽ കാര്യമൊന്നുമില്ല. നേതാക്കൾ ആരെന്ന് ഊഹിക്കാവുന്ന വിധത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചു എന്നാണ് ഈ മാധ്യമം പറയുന്നത്. മീഡിയ പാർട്ടിന്റെ ദീർഘമായ ലേഖനത്തിൽ OCCPRക്ക് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഫണ്ട് ചെയ്യുന്നതായി എടുത്തു പറയുന്നുണ്ട്. ഈ സ്ഥാനം ഉന്നയിച്ച ആരോപണങ്ങളാണ് രാഹുലും കോൺഗ്രസും അദാനി ഗ്രൂപ്പിനെതിരെ നിരന്തരം ഉന്നയിക്കുന്നത്. മീഡിയ പാർട്ടിന്റെ പുതിയ പ്രസ്താവനയ്ക്കു പിന്നിൽ കോൺഗ്രസിനെയും നേതാക്കളെയും രക്ഷിക്കാൻ ജോർജ് സോറോസ് തന്നെ രംഗത്തിറങ്ങിയതുമാവാം. മീഡിയ പാർട്ടിനെ സ്വാധീനിക്കാനോ വിലക്കെടുക്കുവാനോ സോറോസിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. സോറോസും രാഹുലുമായുള്ള ബന്ധം ഭാരത് ജോഡോ യാത്രയിൽ തന്നെ നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. സോറോസിന്റെ സംഘടനാ നേതാവായ രാഹുലിന്റെ സഹയാത്രികനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് ഗാന്ധി കുടുംബം ബാധ്യതയാവുന്നു എന്നാണ് പറയാനുള്ളത്. എന്നാൽ അഴിമതിയും രാജ്യദ്രോഹവും ഗാന്ധിമാർക്ക് ചേർന്നതല്ല. കോൺഗ്രസിലെ നെഹ്റു കുടുംബമാണ് പ്രശ്നക്കാർ. ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും രാജീവിന്റെയും കാലത്ത് കോൺഗ്രസ് സർക്കാരുകൾ സോവിയറ്റ് യൂണിയന്റെ കളിപ്പാവകളായി രാജ്യ താൽപര്യം ബലി കഴിപ്പിക്കുകയായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഭരണകാലത്ത് സോണിയയും രാഹുലും ചൈനയുടെയും പാകിസ്ഥാന്റെയും പിണിയാളുകളായി രാജ്യസുരക്ഷ അപകടത്തിലാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയാണിപ്പോൾ ഈ കോൺഗ്രസ് സോറോസ് ബന്ധവും എത്തി നിൽക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.